നമസ്തേ, ഞാൻ ജി കിഷോർ. ABC കാർഗോ പ്രവാസികൾ പറയട്ടയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ എന്ന മാരക വൈറസ് മാനവരാശിക്ക് ഭീഷണി ഉയർത്തി തുടങ്ങിയിട്ട് ഒരു കൊല്ലം പിന്നിടുമ്പോഴും ആശങ്കയ്ക്ക് യാതൊരു അറുതിയുമില്ല. വാക്സിൻ കണ്ടുപിടിച്ചെങ്കിലും എല്ലാവരിലും അത് എത്തിത്തുടങ്ങിയിട്ടുമില്ല. കൊറോണയ്ക്കൊപ്പമുള്ള ജീവിതം ഏറെക്കുറെ ശീലിച്ചവരാണ് നാം ഓരോരുത്തരും. എങ്കിലും ഇന്നും ഒട്ടേറെ കാര്യങ്ങളിൽ അവ്യക്തതയും ആശങ്കയും നിലനിൽക്കുകയാണ്. കൊറോണാനന്തര ജീവിതമുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ എത്രമാത്രമാണെന്നും ഇതിൻ്റെ പാർശ്വഫലങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കുമെന്നും ആരോഗ്യമേഖലയ്ക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നാം കടന്നു പോകുന്നത്. അതിനിടെയാണ് ഭീതി വിതച്ചുകൊണ്ട് കൊറോണയുടെ രണ്ടാം വരവ്. ജനിതക മാറ്റം സംഭവിച്ച കൊറോണയുടെ സാന്നിധ്യം ഏറെ ഞെട്ടിക്കുന്നതാണ്. എന്നാൽ ഇത് അതിവേഗത്തിൽ പകരില്ലെന്നും അപകടകാരിയല്ലെന്നുമുള്ള ഡോക്ടർമാരുടെ പ്രാഥമിക വിലയിരുത്തൽ അല്പം ആശ്വാസം നൽകുന്നതാണ്. അപ്പോഴും ജാഗ്രതയും കരുതലും കൈവിടരുതെന്നും ആരോഗ്യമേഖല മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ചർച്ച. കൊറോണയുടെ ജനിതക മാറ്റം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്തൊക്കെ? പ്രവാസികൾ വീണ്ടും ആശങ്കയിലോ എന്ന വിഷയമാണ് ഇന്നത്തെ പ്രവാസികൾ പറയട്ടെ ചർച്ച ചെയ്യുന്നത്. UAE പ്രവാസികളാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അവരെ പരിചയപ്പെടാം. ഡോക്ടർ സതീഷ് കൃഷ്ണ, HOD, അൽ കസമി ഹോസ്പിറ്റൽ. ഡോക്ടർ എബി എബ്രഹാം, ആസ്റ്റർ ഹോസ്പിറ്റൽ. ശ്രീ നസീർ വാടാനപ്പള്ളി, സാമൂഹ്യ പ്രവർത്തകൻ. ശ്രീ സജ്ജാദ് നാട്ടിക, ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഡോക്ടർ സതീഷ് കൃഷ്ണയിലേക്ക് പോകുന്നു. ഡോക്ടർ, വളരെ വലിയ ഒരു ആശങ്കയിലാണ് ഒരു ലോക ജനത മുഴുവൻ. കാരണം ജനിതക മാറ്റം സംഭവിച്ച ഒരു കൊറോണയുടെ വരവ്, ആ വരവ് എങ്ങനെയാണെന്നോ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നോ ഒന്നും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. ആദ്യം തന്നെ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, എന്താണ് ഈ ഒരു ജനിതക മാറ്റം സംഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ഈ ഒരു വൈറസിൻ്റെ പുതിയൊരു ഫോം, അത് എങ്ങനെയായിരിക്കും, എത്രമാത്രം അപകടകാരിയാവും അത്? നമസ്കാരം. വൈറസസ് എക്കാലത്തും മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൈറസസ് മ്യൂട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല, അതിന് വംശനാശം സംഭവിക്കും. അപ്പൊ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ വൈറസ് രക്ഷപ്പെടത്തുള്ളൂ. ബിക്കോസ് വൈറസിനൊരു ഹോസ്റ്റ് വേണം. ആ ഹോസ്റ്റ് ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഹ്യൂമൻ ബീങ്ങിലെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി കൊണ്ട് ആ വൈറസിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും. അപ്പോൾ വൈറസസ് കീപ്പ് ഓൺ മ്യൂട്ടേറ്റിംഗ്. ഈ വൈറസ് തന്നെ COVID-2, SARS-2 നിയർലി 2000 മ്യൂട്ടേഷൻസ് കഴിഞ്ഞു. ബട്ട് ഇപ്പം വന്നിരിക്കുന്ന ഈ മ്യൂട്ടേഷൻ വിച്ച് വാസ് ഫൗണ്ട് ഇൻ UK, ആക്ച്വലി ലണ്ടനും കെന്റിന്റെ അടുത്തുമാണ് ഈ മ്യൂട്ടേഷൻ ആദ്യം ശ്രദ്ധിച്ചത്. അവർ റെട്രോസ്പെക്റ്റീവ്ലി പോയി നോക്കിയപ്പം അവർക്ക് സെപ്റ്റംബറിൽ ഇത് കണ്ടിരുന്നു. പക്ഷെ ഡിസംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി അവരുടെ കോവിഡിന്റെ നമ്പേഴ്സ് വെരി റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ദാറ്റ് വാസ് അട്രിബ്യൂട്ടഡ് ടു ദിസ് ന്യൂ മ്യൂട്ടഡ് വൈറസ്. ഇത് ഒരു COVID-2 സാർസ് വൈറസ് എന്തുകൊണ്ട് പ്രത്യേകിച്ചിരിക്കുന്നു? What is so special about this virus compared to the other viruses that we always had? ഈ വൈറസ് is a very rapidly spreading virus. മറ്റ് വൈറസസ് ഇങ്ങനെ ഇത്രയും റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യത്തില്ല. And ഈ വൈറസ് ഹ്യൂമൻ ടു ഹ്യൂമൻ, സർഫേസ് ടു ഹ്യൂമൻ, അറ്റ്മോസ്ഫിയർ ടു ഹ്യൂമൻ എങ്ങനെ വേണേൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഒരു മനുഷ്യൻ 4.5 മനുഷ്യർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാവുന്നതാണ് ഒരു ആവറേജ് കണക്ക്. പക്ഷെ ഈ ന്യൂ സ്ട്രെയിൻ ഓഫ് വൈറസ് വിച്ച് ഇസ് ഒറിജിനേറ്റഡ് ഇൻ ലണ്ടൻ ആൻഡ് ഇറ്റ്സ് സബർബ് 70 times മോർ സ്പ്രെഡിങ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എത്ര റാപ്പിഡ്ലി ആണ് ഇത് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അത്രയും റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുമ്പം ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് whether this virus will ഈ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ കൂടെ ഈ വൈറസിന്റെ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ലൈഫ് എടുക്കുന്ന കപ്പാസിറ്റി കൂടുവോ അതോ ഇതിന്റെ അസുഖത്തിന്റെ തീവ്രത കൂട്ടുവോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് നമ്മളെ അലട്ടുന്നത്. അപ്പൊ ആസ് ഓഫ് നൗ ഇപ്പൊ വന്നിരിക്കുന്നത് ഇതിന്റെ അസുഖത്തിന്റെ തീവ്രത കൂട്ടത്തില്ലെന്നാണ്. ബട്ട് വി ആർ സ്റ്റിൽ ടു ഏർലി ടൈംസ്. ഇപ്പോഴും നമ്മൾ ഈ അസുഖത്തിൽ കൂടെ ഈ കഴിഞ്ഞ 10 മാസമായിട്ട് യാത്ര ചെയ്ത് ഓരോന്നോരോന്ന് പഠിച്ചത് പിന്നെയും തള്ളിയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
അല്ല, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഡോക്ടർ? ട്രയൽ ആൻഡ് എറർ എന്നല്ല, ബിക്കോസ് എവറിബഡി ഈസ് ന്യൂ. എവറി കൺട്രിക്കകത്തും നടക്കുന്നത് വ്യത്യാസമായിട്ടാണ്. സോ ഓരോ പ്രാവശ്യം ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എവൻച്വലി അത് സക്സസ് അല്ല എന്നറിയുമ്പോൾ അത് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ ലിവിങ് ത്രൂ എ പാൻഡമിക്. ശരി, ഡോക്ടറിലേക്ക് വരാം. ഡോക്ടർ എബി എബ്രഹാം, ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആശങ്കയേക്കാൾ കൂടുതൽ ജാഗ്രതയും കരുതലുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അങ്ങനെ ശീലിച്ചു വരികയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി. എങ്കിലും ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. കാര്യം, വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിൽ ആശ്വസിച്ചവരാണ് എല്ലാവരും. പക്ഷേ ഈ വാക്സിനുകൾ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഈ പുതിയ മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്സിൻ എത്രമാത്രം ഫലപ്രദമാകും എന്നൊരു സംശയം എല്ലാവർക്കുമുണ്ട്. കാരണം ഈ നിലവിലുള്ള വാക്സിനെയും അതിജീവിക്കാനുള്ള, അതിനെയും പ്രതിരോധിക്കാനുള്ള ഒരു സ്കില്ല് ഈ മ്യൂട്ടേഷനിൽ സംഭവിച്ചിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിന് എന്തായിരിക്കണം? ഡോക്ടർ എബി എബ്രഹാം, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാമല്ലോ അല്ലേ? ആ, പറഞ്ഞോളൂ താങ്കൾ. പുതിയ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് ഒരു പുതിയ സ്ട്രെയിൻ വന്നെന്നാണ് ഇപ്പം കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ സ്ട്രെയിൻ പുതിയതൊന്നും അല്ല. ദർ ഹാവ് ബീൻ മെനി സ്ട്രെയിൻസ്. വൈറസിന്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദി തിങ് ഈസ്, ഇപ്പോഴത്തെ ഈ പുതിയ സ്ട്രെയിൻ ഭയങ്കരമായിട്ട് കണ്ടേജിയസ് ആണെന്നാണ്. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഈ വാക്സിൻ is still, it is being, we are still studying the pros and cons. Vaccine is effective for the COVID-19 എന്നുള്ള ആ ഒരു നിലപാട് കണ്ടിന്യൂ ചെയ്യുവാണ് for the new virus also. And as of now, ഈ പുതിയ വൈറസ് കണ്ടേജിയസ് ആണെന്നേ ഉള്ളൂ. It is not more dangerous. So as of now, the information is that ഈ പുതിയ വൈറസ് കൂടുതൽ നാശനഷ്ടം ചെയ്യുന്നില്ല. പക്ഷെ കൂടുതൽ ആൾക്കാരെ ഇൻഫെക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് മാത്രമാണ്. അതിനെയും മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇത് എന്തുമാത്രം. അപ്പൊ ഈ COVID-19 വെച്ച് നോക്കുമ്പോൾ സോഫാർ മോർട്ടാലിറ്റി റേറ്റ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. So far so good. I mean, it's not more dangerous. It's just more contagious. കൂടുതൽ പടരാൻ സാധ്യതയുണ്ട്, പക്ഷെ കൂടുതൽ നാശനഷ്ടം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. So that is positive news actually. So ഇപ്പോഴത്തെ വാക്സിൻ effective for the COVID, and it is hopefully effective for the virus strain, new virus variantനും effective ആയിരിക്കും എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. So I hope that is true, but we'll have to wait and see how things progress. ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ വൈറസിനെ പറ്റി ഇപ്പോഴും പഠിക്കുകയാണ്. So nobody can say for sure what will happen after some time or tomorrow or day after. New virus might again pop up. We don't know. We hope for the best. ഇപ്പോഴത്തെ നിലപാടില്, ഇപ്പോഴത്തെ അവസ്ഥയില് വാക്സിൻ is effective and the new virus is not more dangerous. അതൊന്ന് മനസ്സിലാക്കാൻ മീഡിയക്കാരൊന്ന് പഠനം, ന്യൂസ് പടർത്തണം. The virus is only more contagious. So ഇങ്ങനത്തെ യൂറോപ്പ് പോലത്തെ കൺട്രീസ് ലോക്ക്ഡൌൺ ചെയ്യുമ്പോൾ ആ സ്പ്രെഡ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. അതാണ് hopefully the end result. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു വ്യാപന നിരക്കും, ഈ നേരത്തെ കുറച്ച് മുമ്പ് ഡോക്ടർ സതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 70%, 50 to 70 റേഞ്ചിൽ വരെ ഇതിൻ്റെ ഒരു വ്യാപന നിരക്ക് കൂടും. സ്വാഭാവികമായിട്ടും അതൊരു ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇത് ഒത്തിരി സ്പ്രെഡ് ചെയ്ത കൺട്രീസില് ഇത് ലോക്ക്ഡൌൺ തുടങ്ങിയത്. എസ്പെഷ്യലി ഇൻ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ലോക്ക്ഡൌൺ തുടങ്ങിയത് ഇതിന്റെ സ്പ്രെഡ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാ. So hopefully it will not spread so fast into other countries. മറ്റു രാജ്യങ്ങളിലോട്ട് അത് അത്ര പെട്ടെന്ന് പടരത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവാ. പക്ഷെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇപ്പോഴും ഇല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നതേ ഉള്ളൂ. വലിയ ആശങ്കയുടെ ആവശ്യമില്ല. ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന കാര്യങ്ങള്, ഹാൻഡ് സാനിറ്റൈസിങ്, വെയറിങ് എ മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, യൂസിങ് കോമൺ സെൻസ് ഫോർ മെനി തിങ്സ്, ഇതൊക്കെ തന്നെ ഇപ്പോഴും എഫക്റ്റീവ് ആണ്. സോ ദാറ്റ് ഷുഡ് കണ്ടിന്യൂ ടു ബി ദ മെയിൻ മെസ്സേജ്. ശ്രീ നസീർ വാടാനപ്പള്ളിയിലേക്ക് പോകുന്നു. ശ്രീ നസീർ, ഒരു
രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശാസ്ത്രലോകം ഒക്കെ പറയുന്നു ഇത് ആശങ്കപ്പെടേണ്ടതില്ല, മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, മുൻപ് എടുത്തിരുന്ന കരുതലൊക്കെ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ പോലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു ആശങ്ക എന്തായാലും നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്. എന്താണ് പ്രവാസ ലോകത്ത് ഇതിനെ ഒരു ഏത് രീതിയിലാണ് കാണുന്നത്? ആശങ്ക എത്രമാത്രമാണ് ഉള്ളത്? കാരണം ഒരു ഷോക്കിൽ നിന്നും മാറി വന്ന് ഇനിയിപ്പോൾ വാക്സിനൊക്കെ കിട്ടി ഇതിനെയൊക്കെ അതിജീവിക്കാം എന്ന ഒരു മൈൻഡ് സെറ്റ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച് പുതിയൊരു ഫോമിൽ എത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രമാത്രം ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്? നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഡോക്ടറൊക്കെ ഇപ്പൊ പറഞ്ഞു, അവര് പറഞ്ഞതിൽ കൂടുതൽ പിന്നെ എനിക്ക് പറയാനില്ല. പക്ഷെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള ലെവലിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ രണ്ടാം വരവ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള ഒരു ഭീതികൾ ഉണ്ടായിരുന്നു. ഇനി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ തൊട്ടടുത്ത് തന്നെ കണ്ടപ്പോ ഒമാനും കുവൈത്തും മറ്റുള്ളതൊക്കെ എല്ലാം അവരുടെ സർവീസ് ഒക്കെ നിർത്തി. ഇനി ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആദ്യത്തെ പോലെ വല്ല ലോക്ക്ഡൌൺ ഉണ്ടാവോ അല്ലെങ്കിൽ വേറെ വല്ല വിഷയങ്ങൾ ഉണ്ടാവോ എന്നൊക്കെയുള്ള വല്ലാത്തൊരു പേടിയിലായിരുന്നു. അപ്പൊ തന്നെ പിന്നെ ഈ പറഞ്ഞ ഡോക്ടറൊക്കെ പറഞ്ഞ പോലെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഒക്കെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് തന്നെ വന്നു, കുഴപ്പമില്ല, അവർ പേടിക്കേണ്ട രീതിയിൽ ഇപ്പോൾ ഇതിനെ കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ കോവിഡ് വന്നപ്പോൾ നമുക്കൊക്കെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചൈനയിൽ നടക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ വീടിന് മുമ്പിൽ തന്നെ ഇത് വന്നു. അപ്പൊ ആ ഒരു പേടി, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയം നോക്കുമ്പോൾ ആൾക്കാർക്ക് ആ പേടിയെല്ലാം അങ്ങോട്ട് മാറി. ഇപ്പൊ പേടിക്കുന്നില്ല, ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നു. എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾ പോലും ഇപ്പൊ മാസ്കോ ഗ്ലൗസോ ഒന്നും യൂസ് ചെയ്യാറില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഹോട്ടലിലായാലും അല്ലെ റെസ്റ്റോറന്റിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ആൾക്കാർ തിങ്ങിക്കൂടി നടക്കുന്നു. ഇപ്പൊ എന്താണ് ഗവൺമെന്റ് പറയുന്നത്, പ്രോട്ടോകോൾ പറയുന്നത്, അത് എനിക്ക് തോന്നുന്നു ഒരു 50% നമ്മൾ പാലിക്കുന്നില്ല. കാരണം ഇപ്പൊ ഈ രണ്ടാം വരവ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇപ്പോഴും ഈ മാസ്കും ഗ്ലൗസ് ഒക്കെ ഇട്ട് യൂസ് ചെയ്യാൻ തന്നെയാണ് ഇപ്പൊ ഗവൺമെന്റ് എന്താണോ പറയുന്നത് അതുപോലെ നടക്കാനാണ് നമ്മളും എല്ലാവരും പറയുന്നത്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഗവൺമെന്റ് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ UAE-യിലായതുകൊണ്ട് UAE ഗവൺമെന്റ് എല്ലാ രീതിയിലും തന്നെ ഇതിനെ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോവിഡ് ഇപ്പൊ രണ്ടാം വരവ് വരുന്ന വെച്ചാൽ നമുക്ക് പേടിച്ചോടാൻ രാജ്യങ്ങളില്ല, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതുണ്ട്. അപ്പൊ ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്, ഇതിനെ നേരിടുക തന്നെ. ഇപ്പൊ UAE ഗവൺമെന്റ് അതായത് എന്തൊക്കെ സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ മെഡിസിൻ ആയിട്ടും മറ്റുള്ള ലെവലും അവരെ കൊണ്ട് കഴിയാൻ പറ്റുന്നതിനും അപ്പുറം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെ സഹകരണങ്ങളാണ് വേണ്ടത്. അപ്പൊ ഇത് പേടിക്കേണ്ട, പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള ആ കരുതുകൾ തന്നെ മുന്നോട്ട് പോകണം. ഇപ്പൊ ഗ്ലൗസ് ആയാലും മാസ്ക് ആയാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ വല്ല പാർട്ടിയോ പ്രോഗ്രാമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറി നമ്മൾ ജോലിക്ക് പോവാൻ തിരിച്ചിങ്ങോട്ട് വരാം. അതല്ലാതെ അതിലപ്പുറം വേറൊരു പ്രോഗ്രാമിന് പോവല്ലേ എന്നാണ് ഇപ്പൊ നമുക്കൊക്കെ പറയാനുള്ളത്. ഇപ്പൊ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ എല്ലാവരും ആ രീതിയിൽ തന്നെ വളരെ ഇപ്പോഴും ആ സ്റ്റാർട്ടിങ് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ട് ലോക്ക്ഡൌൺ ചെയ്തുകൂടാന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം UAE ഗവൺമെന്റ് മാക്സിമം ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് വെച്ചിട്ടാണ് ഈ ലോക്ക്ഡൌൺ ചെയ്യാത്തത്. കാരണം ലോക്ക്ഡൌൺ ചെയ്തത് എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടാണ്. 1 മാസം 2 മാസം നമ്മൾ ലോക്ക്ഡൌണിൽ നിന്നപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി അറിഞ്ഞു എന്താണ് അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്നുള്ളത്. അതിലേക്ക് ഗവൺമെന്റിന് തിരിച്ചു കൊണ്ടുവരാൻ ഒരു രീതിയിലുള്ള താല്പര്യമില്ല. പക്ഷെ അത് സഹകരിക്കേണ്ടത് നമ്മളാണ്. കാരണം 1-2 രാജ്യക്കാരല്ല, എനിക്ക് മോർ ദാൻ 200 രാജ്യങ്ങളാണ് ഇവിടെ അവർ നോക്കുന്നത്. സ്വദേശിയെന്നോ വിദേശിയെന്നോ ഒരു തരംതിരിവിലൂടെ കാണാതെ അവർ ആത്മാർത്ഥമായിട്ട് തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലായിട്ട് ഇപ്പൊ നമുക്കറിയാം ആസ്റ്ററിലായാലും മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലായി കഴിഞ്ഞാലും ഇപ്പൊ ICU മറ്റുള്ള രോഗികളൊക്കെ നിറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും ഡോക്ടറും നേഴ്സും എല്ലാവരും 24 മണിക്കൂർ എന്നുള്ള പോലെ അവർ ആത്മാർത്ഥമായിട്ട് തന്നെ നിന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഗവൺമെന്റും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. പോലീസ് ആവട്ടെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, എല്ലാവരും അതിന്റെ കൂടെയാണ്. നമ്മളുടെ ആ കമ്മ്യൂണിറ്റിയൊക്കെ നമ്മുടെ കേരളത്തിൽ എടുത്തു പറയാനുണ്ടെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ നമ്മളെല്ലാവരും എല്ലാ അസോസിയേഷനുകളും ആവട്ടെ അല്ലെങ്കിൽ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയമോ എല്ലാം മറന്നുകൊണ്ട് നമ്മളെ വീട്ടിൽ വന്നൊരു ബുദ്ധിമുട്ടിനെ നമ്മൾ തന്നെ നേരിട്ടു. അത് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും എല്ലാവരും ധൈര്യത്തോടുകൂടി മുന്നോട്ട് തന്നെ പോവുക. പക്ഷെ ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താണോ പറയുന്നത് അത് നമ്മൾ ഒരു രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച ഉണ്ടാക്കരുത്. നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഇപ്പോഴും ആൾക്കാർ വളരെ സിമ്പിൾ ആയിട്ടാണ്, നമുക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. ഒരേ പാർട്ടികളും പ്രോഗ്രാമും എല്ലാം ഗവൺമെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ലോക്ക്ഡൌൺ ആക്കണ്ട, എല്ലാം പഴയ രീതിയിൽ കൊണ്ടുവരാൻ അവർ നോക്കുന്നുണ്ട്. പക്ഷെ അതിന് പരിമിതി പറഞ്ഞിട്ടുണ്ട്. ആ പരിമിതിയിൽ തന്നെ നമ്മൾ സഹകരിച്ച് നമ്മുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ നമ്മൾ സഹകരിക്കുക, നമ്മൾ മാസ്ക് ഗ്ലൗസ് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഗവൺമെന്റ് പറയുന്നതായിട്ട് കൂടുതൽ നമ്മൾ കെയർ ചെയ്യാം. അതാണ് നമുക്ക് ഇതിന് വേണ്ടത്, അല്ലാതെ പേടിയല്ല. ബാക്കിയെല്ലാം ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നടുക്കൂല ഡോക്ടർ തന്നെയാണ് പറയേണ്ടത്. ശരിയാണ്, അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ശ്രീ സജാദ്,
താങ്കളൊരു ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗൾഫിലെ സംഘടനകളൊക്കെ വളരെ സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെയൊക്കെ ഒരു സമയം ഗൾഫിൽ പഴയ ഒരു അവസ്ഥ വെച്ചാണെങ്കിൽ ഇപ്പോഴും തുടരുകയാണ്. ആ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ചില പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, കുറച്ചുകൂടി കരുതലോടുകൂടി കാര്യങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനയുടെ ഒരു ചുമതലയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കരുതലും ജാഗ്രതയും എത്രമാത്രം മറ്റുള്ളവർക്ക് താങ്കൾ നിർദ്ദേശം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഈ ഒരു കരുതൽ ഇനി പങ്കുവെക്കേണ്ടതാണ്? ഈ ജനിതകമാറ്റം സംഭവിച്ച ഈ VOI വൈറസിനെ പറ്റിയൊക്കെ നമ്മുടെ ഓഫീസിൽ സംസാരിച്ചു. അതിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഇനി വരാൻ പോകുന്നതാണ്. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നേരത്തെ നസീർ വാടാനപ്പള്ളി പറഞ്ഞതുപോലെ നമ്മൾ എത്ര കണ്ട് ഇതിന് ശ്രദ്ധിക്കുന്നോ അത്ര ആളുകളുടെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കാൻ കഴിയും. അത് മാത്രമല്ല, ആളുകൾക്ക് ഇപ്പൊ ഒരു ഈ പറയുന്ന ഒരു പാനിക് അവസ്ഥ ഒന്നും ഇപ്പൊ ഇല്ല. UN സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആ ഒരു അവസ്ഥ ഇനി വരില്ല എന്നുള്ളതാണ് അടിവരായിട്ട് പറയാം. കാരണം ജനങ്ങള് ഇതിനോട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. അവർക്ക് അങ്ങനെയുള്ള ഒരു ഭയപ്പാടൊന്നും ഇനിയില്ല. ഇനിയിപ്പം നാട്ടിൽ പോകണം അല്ലെങ്കിൽ അങ്ങനത്തെ ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ വരാൻ ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നമ്മളൊക്കെ പുറത്ത് ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത്, ഈവൻ നമ്മുടെ വീട്ടിലുള്ളവർ പോലും പറയുന്നത്, ഇവിടെ ഇപ്പൊ ഈ രാജ്യത്ത് ഇനിയിപ്പം കൊറോണ ഏത് വേഷം മാറി വന്നാലും എങ്ങനെ ജനിതകമാറ്റം സംഭവിച്ചു വന്നാലും ഇവിടുത്തെ ഗവൺമെന്റ് അതിനെ നേരിടാൻ സുസജ്ജാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് രീതിയിലും അവർ അതിനെ നേരിടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ട അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം പിന്നെ വാക്സിൻ പറഞ്ഞ പോലെ മറ്റു രാജ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഒരു അഡ്വൈസ് ചെയ്യാനുള്ളത്, നമ്മുടെ ആളുകൾ പലരും വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നാക്കം നിൽക്കുന്നുണ്ട്. എന്തിനത് എടുക്കുന്നു, കുറച്ച് കഴിയട്ടെ. ഈവൻ ഞാൻ വാക്സിൻ എടുത്ത ആളാണ് ഒരു 3 മാസം മുമ്പ്. പിന്നെ ചൈനീസ് വാക്സിനേഷൻ ഞാൻ എടുത്തത്, വുഹാന്റെ. എവിടുന്നാണോ അത് തുടങ്ങിയത് അവിടുത്തെ വാക്സിൻ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് എനിക്ക് അത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അതെടുത്തിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പലരും എന്നോട് തമാശക്കും പറയുന്നുണ്ട്, നീ ഒക്കെ ജീവിച്ചിരിക്കുന്നത് നോക്കട്ടെ എന്നിട്ട് ഞങ്ങളൊക്കെ എടുക്കാം. അപ്പൊ നമ്മളിത് പിന്നാക്കം പോവാതെ വാക്സിനേഷൻ ഇപ്പൊ കിട്ടുന്ന ആ സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ സ്റ്റേറ്റിലും, അതായത് എല്ലാ എമിറേറ്റിലും ഇതിന് വേണ്ട ആരോഗ്യവകുപ്പ് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഫൈസറിന്റെ വാക്സിൻ കൊടുക്കുന്നുണ്ട്, വുഹാന്റെ കൊടുക്കുന്നുണ്ട്. എല്ലാം ഇവിടെ ഏതൊക്കെ പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടോ അതെല്ലാം ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നതിന് പിന്മാറാതെ വാക്സിൻ എടുക്കുകയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക് ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ ഈ വെന്റിലേറ്ററുള്ള റൂമിലിരിക്കലും ക്രൗഡ്സ് അവോയ്ഡ് ചെയ്യല്, അതുപോലെ ക്ലീനിങ് ഹാൻഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈവൻ കഫിന്റെ സമയത്ത് പോലും കൈ ഇങ്ങനെ വെച്ച് കഫ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകൾ നമ്മളെ സഹായിച്ചില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് സഹായിക്കുന്നില്ല, ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയാതെ സ്വയം നമ്മൾ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം. ഇപ്പൊ നേരത്തെ ഈ ന്യൂ ഇയറിന്റെ അതുപോലെ തന്നെ പ്രോഗ്രാമിനെ പറ്റി പറയുകയുണ്ടായി. ഇവിടെ ആളുകൾക്ക് ഒരു ചോദ്യം വരുന്നത്, ഇപ്പം അസോസിയേഷൻ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ നമ്മൾ പോലീസിന്റെ പെർമിഷൻ പോയി കഴിഞ്ഞാൽ അവർ പറയും 20 പേര് അല്ലെങ്കിൽ 30 പേര് കൂടുതൽ കൂടാൻ പാടില്ല എന്ന് പറയും. അപ്പൊ മെമ്പേഴ്സിന്റെ ചോദ്യം എന്താ പറയുന്നത് വെച്ചാല്, പാർക്കിലും ഇവിടെ കോർണിഷിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, അപ്പൊ അവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നുള്ളതാണ് ആളുകളുടെ അതും തെറ്റിദ്ധാരണയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് ഒരു പ്രോഗ്രാം നടത്തുന്നതും പബ്ലിക്കായിട്ട് വേറെ പാർക്കിൽ എവിടെയെങ്കിലൊക്കെ ആളുകൾ അതാത് ഫാമിലികള് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിൽ തന്നെ ഒരു. പക്ഷേ ഈ ഒരു ന്യൂ ഇയർ ഫെസ്റ്റിവലിനൊക്കെ സ്വാഭാവികമായിട്ടും അത്തരം പ്രോട്ടോകോളുകളും ഇതൊക്കെ 100% പാലിക്കാൻ പറ്റുമോ? പാലിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇന്ന് തന്നെ ന്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവര് സ്പെഷ്യലായിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഇത് കാണാൻ പോകുന്നവർ രജിസ്റ്റർ ചെയ്യണം. അവർക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓരോ ട്രാക്കിംഗ് നമ്പർ കൊടുക്കും. ആ നമ്പർ പ്രകാരമുള്ള റൂട്ടിലൂടെ സഞ്ചരിക്കാവും. ആ സ്ഥലത്ത് അവർ വരാം, ഇത്ര പേര് ഇത്ര സ്ഥലത്ത് നിൽക്കണം, ആ രീതിയിൽ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. ഇപ്പൊ ഈ ന്യൂ ഇയർ പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ക്ലോസ് ചെയ്യും.
കാരണം ഗവൺമെന്റ് ഈ കാര്യത്തിൽ അത്രയധികം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, ആളുകളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ലോക്ക്ഡൌൺ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിക്കൊണ്ടാണ് അവർ നീട്ടി കൊണ്ടുപോകുന്നത്. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ സൗദി അറേബ്യ, അതുപോലെ തന്നെ പിന്നെ കുവൈത്ത്, ഇവരൊക്കെ വ്യോമയാന മേഖല അതിർത്തികളൊക്കെ അടച്ചപ്പോ അങ്ങോട്ട് പോകാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ ബുദ്ധിമുട്ടി, അവർക്ക് പോകാൻ പറ്റാതെ പെട്ടെന്നാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഗവൺമെന്റ് സത്യത്തിൽ പെട്ടെന്ന് ചെയ്യുമെന്ന് ആരും പേടിക്കേണ്ടതില്ല. അതുപോലെ നാട്ടിൽ പോകാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിലും വലിയ ബുദ്ധിമുട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് അതുമായിട്ട് മറ്റുള്ളവരുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഡോക്ടർ സതീഷ് കൃഷ്ണയിലേക്ക് പോകുന്നു. ഡോക്ടർ സതീഷ് കൃഷ്ണ, ഇപ്പോൾ നിലവിൽ നമ്മൾ പിന്തുടരുന്ന ചില പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ മാസ്ക് ആണെങ്കിലും സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ പിന്തുടരുന്നതാണ്. പക്ഷേ ഈ വൈറസ് അതിൻ്റെ ഒരു ആക്രമണ രീതി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു ജാഗ്രതയും കരുതലും മാറ്റേണ്ടതുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറസ് കണ്ടേജിയസ് ആണ്, ഹൈലി കണ്ടേജിയസ് ആണ്. ഇതുവരെ പഠനങ്ങൾ പറഞ്ഞിട്ടില്ല ഇറ്റ് വിൽ കോസ് മോർ ഡാമേജ് എന്ന്. ബട്ട് ഇതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് നമുക്കിപ്പോ 4 പേഷ്യൻസ് കോവിഡ് പേഷ്യന്റേ ഉള്ളെങ്കിൽ അതിൽ ഒരു പേഷ്യന്റ് മാത്രമേ സിക്ക് ആയുള്ളെങ്കിൽ ആ ഒരു പേഷ്യന്റ് ICU മതി. ഇപ്പൊ 70 പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ അതിൽ ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 ICU ബെഡും വേണം. സോ ഇറ്റ്സ് ടു ഏർലി ടു സേ. അങ്ങനെ ഹോസ്പിറ്റൽസ് ക്രൗഡഡ് ആയി പോകുന്നുണ്ട്. അപ്പൊ ഓൾറെഡി സ്ട്രെച്ച്ഡ് ആയിരിക്കുന്ന ഹെൽത്ത് സിസ്റ്റമാണ് ഇവിടുത്തെ അല്ല, ലോകത്തുള്ള എല്ലാവരുടെയും. അതിന്റെ സ്ട്രെച്ചിങ്ങിന്റെ കാരണം തന്നെ ഇസ് എ പ്രോബ്ലം ഓഫ് ദി ഹെൽത്ത് കെയർ വർക്കർ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 10 മാസമായിട്ട് കണ്ടിന്യൂസ് ഇതിന്റെ ഈ ഭീതിയിൽ കൂടാണ് വർക്കേഴ്സും ഇത് പോകുന്നത്. അപ്പൊ ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുന്നതിന് ഇപ്പം അത് തടയാൻ പറ്റൂല. ഐ മീൻ ഈ നമ്മൾ ദി അതർ തിങ് ദാറ്റ് യു ക്യാൻ ഡു, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനേക്കാളും കൂടുതലും യു ക്യാൻ ഡു ഇസ് ടു സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ഫിസിക്കൽ ഡിസ്റ്റൻസിങ്. ആ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ വൈറസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റേ വ്യക്തിയിലേക്ക് പോകുന്ന തടയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇപ്പം വാക്സിൻ റോൾ ഔട്ട് ചെയ്തു. ഈ കൺട്രി ഓൾറെഡി 3 months ago വാക്സിൻ റോൾ ഔട്ട് ചെയ്തു. ഞാനും ആ ചൈനീസ് വാക്സിൻ എടുത്തതാണ്. ഇപ്പൊ വാക്സിനേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഹോപ്പ്ഫുള്ളി ഇതിനൊരു തടസ്സം വരും എന്ന ഒരു വിശ്വാസമുണ്ട്. എൻ ഓപ്റ്റിമിസ്റ്റിക് ഔട്ട്ലുക്ക് ദാറ്റ് ഈ വാക്സിൻ ഇപ്പം 2 ഡോസിലാണ് എല്ലാ വാക്സിനും പറഞ്ഞിരിക്കുന്നത്. ദർ ആർ വാക്സിൻസ് അണ്ടർ സ്റ്റഡി വിച്ച് വിൽ ബി ഓൺ 1 dose. ഇംഗ്ലണ്ട് ഇസ് ആക്ച്വലി കൺസിഡറിങ് 2 ഡോസ് കൊടുക്കാതെ എല്ലാവർക്കും 1 ഡോസ് കൊടുത്താൽ അറ്റ്ലീസ്റ്റ് അത്രയും കൂടുതൽ മനുഷ്യരെ അവർക്ക് ഇനോക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാക്സിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ കോവിഡ് പിടിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ പിടിച്ചാൽ അതിന്റെ ഡാമേജിങ് എഫക്റ്റ് കുറവായിരിക്കും ഡെഫിനറ്റ്ലി എന്നാണ് ഈ വാക്സിന്റെ ഇത് പറയുന്നത്. സോ ഈ വാക്സിൻ ഈ കൺട്രിയിൽ ഇപ്പോൾ റോൾ ഔട്ട് ഓൾറെഡി ഒന്ന് ഇപ്പോഴും എക്സിസ്റ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദ ചൈനീസ് വാക്സിൻ വിച്ച് ഈസ് അറ്റിന്യൂവേറ്റഡ് വൈറസിന്റെ. ഇപ്പം പുതിയ mRNA വൈറസിന്റെ ഫൈസറിന്റെ വാക്സിൻ റോൾ ഔട്ട് ചെയ്തു. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 6 weeks കൊണ്ടൊക്കെ കുറെ മനുഷ്യര് ഡെഫിനറ്റ്ലി വാക്സിനേറ്റഡ് ആവും. അതേപോലെ കുറെ പോപ്പുലേഷൻ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പൊ അവർക്ക് തന്നെ ഒരു റെസിസ്റ്റൻസ് കാണും. സോ വി ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് കൺട്രോൾഡ് ഹിയർ. ഡോക്ടർ, അതായത് ഈ പലരും ചോദിക്കുന്ന പോലെ ഒരു സംശയമാണ്, ഇത് ഓൾറെഡി ഒരിക്കൽ വന്നവർക്ക് ഒരു ബേസിക് ഇമ്മ്യൂണിറ്റി അവരിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു പ്രോബബിലിറ്റി കുറവായിരിക്കും അല്ലേ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ? ഡെഫിനറ്റ്ലി. പക്ഷേ 100% തിരിച്ചു വരില്ല എന്ന് പറയാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് സ്ട്രേ ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പേ കോവിഡ് വന്നു, പിന്നെ 6 മാസം കഴിഞ്ഞ് കോവിഡ് വന്നവരുടെ കേസസ് ഒക്കെ ഉണ്ട്. ബട്ട് ജനറലി ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിന്റെ ആന്റിബോഡി ലെവൽ ഹൈ ആണെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദ സെയിം ഇൻഫെക്ഷൻ അഗെയിൻ.
ഇൻഫെക്ഷൻ വന്നാലും അതിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഡാമേജിങ് എഫക്ട് അത്രയും കാണൂല എന്നാണ് വിശ്വാസം.